അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അയ്യുഹത്തുല്ലാബുൽ അഇസ മർഹബൻ ബിക്കും ജമീഅൻ. പ്രിയപ്പെട്ട കുട്ടികളെ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരീക്ഷ എത്തിക്കഴിഞ്ഞു. ആനുവൽ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, നോക്ക്, ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള നമ്മുടെ 5-6 പാഠഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആനുവൽ എക്സാം എന്ന് വെച്ചാൽ 5-6 പാഠങ്ങൾ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, പക്ഷേ 5-6 പാഠങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നതഅറഫു ഇഷാറാത്തിൽ മുറൂർ. നമുക്ക് ട്രാഫിക് സിഗ്നലുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത്, 2 കുട്ടികൾ ഒരു ബാഗും അല്ലെങ്കിൽ പുസ്തകം കയ്യിൽ പിടിച്ച് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സിഗ്നൽ, ഒരു സൈൻ ബോർഡ് നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ ഒരു സ്കൂൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ എന്തുണ്ട്? ഒരു സ്കൂൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഖിഫ് എന്ന് പറയുന്ന ഒരു സിഗ്നൽ, സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സിഗ്നൽ കണ്ടാൽ അവിടെ വാഹനം നിർത്താനുള്ളതാണ്. സ്റ്റോപ്പ് ചെയ്യണം. വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സിഗ്നൽ കണ്ടാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ആ സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്ന് മദ്രസയാണ്, മറ്റൊന്ന് ഖിഫാണ്. സ്റ്റോപ്പ് എന്നാണ് ഖിഫ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് മൗഖിഫ്, പാർക്കിങ്ങിന് പി ആണെന്ന് നമുക്കറിയാം. പി കണ്ടാൽ അത് പാർക്കിംഗ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ പാർക്കിംഗ് എന്താ അറബിയിൽ പറയുക എന്നാണ് നമ്മളോട് ചോദിക്കുക. ഓക്കെ, മൗഖിഫ് എന്ന് വെച്ചാൽ പാർക്കിംഗ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഒരാൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. സീബ്ര ലൈൻ ക്രോസ് ചെയ്യുക, അതിനെന്താണ് അറബിയിൽ പറയുക? സിമ്പിൾ കണ്ടാൽ അല്ലെങ്കിൽ ഈ സൈന് കണ്ടാൽ, സിഗ്നൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവാം ക്രോസിങ്, സീബ്ര ലൈൻ അവിടെ ഉണ്ട്. പക്ഷേ അതിനെന്താ അറബിയിൽ പറയുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മഅബറുൽ മുഷാത്ത്, ക്രോസിങ്. ഓക്കെ, സീബ്ര ലൈൻ ക്രോസിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. മറ്റൊന്ന് മഹത്തത്തുൽ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഫ്യൂവൽ സ്റ്റേഷൻ എന്നാണ്. ചിഹ്നം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കും, പക്ഷേ അതിൻ്റെ അറബി എന്താ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക. ഇത് പെട്രോൾ പമ്പാണല്ലോ, ഇത് പെട്രോൾ പമ്പാണ്, പക്ഷേ അതിൻ്റെ അറബി എന്താ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് കൺഫ്യൂഷൻ അടിക്കും. നോക്ക്, മഹത്തത്തുൽ പെട്രോൾ പമ്പ്. മറ്റൊന്ന്, ഇത് ടീ അല്ല, ഈ ടീ ആണ്, അവിടെ ചായ കിട്ടും എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് പറഞ്ഞാൽ മഫ്രക്ക്, ജംഗ്ഷൻ, കവല എന്നൊക്കെ പറയും. ജംഗ്ഷൻ വരാനുണ്ട്, അല്ലെങ്കിൽ 2 റോഡുകൾ തമ്മിൽ കൂട്ടി മുട്ടുന്ന ഒരു ജംഗ്ഷൻ അവിടെ വരാറുണ്ട് എന്നാണ് മഫ്രക്ക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പഠിച്ചു കഴിഞ്ഞോ? 6 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതേ ചിത്രം തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കാം. ഒന്നാമത്തത് മദ്രസയാണ്, മറ്റൊന്ന് ഖിഫ് സ്റ്റോപ്പ് സിഗ്നലാണ്, മറ്റൊന്ന് മൗഖിഫാണ് പാർക്കിങ്, മറ്റൊന്ന് മഅബറുൽ മുഷാത്ത് ക്രോസിംഗ് ആണ്, മറ്റൊന്ന് മഹത്തത്തുൽ പെട്രോളാണ്, അതോടൊപ്പം തന്നെ മഫ്രക്കാണ്. പഠിച്ചു കഴിഞ്ഞു. ഈ 6 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളൊരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, 6 പഠിച്ചു കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഉത്തരം പറഞ്ഞോളി. 2 കുട്ടികൾ അത് ബാഗും കൈ പിടിച്ച് സ്കൂളിലേക്ക് പോകണം. അതിനേതാ വരിക? മൗഖിഫ് ഉണ്ട്, മദ്രസ ഉണ്ട്, മഅബറുൽ മുഷാത്ത് ഉണ്ട്. ഏതാടാ വരിക? പറഞ്ഞോളി. മൗഖിഫ് എന്ന് വെച്ചാൽ എന്താ? പാർക്കിങ്. കളർ മൗഖിഫ് കിട്ടി. മദ്രസ ഏതാ? ഇതിലേതാ മദ്രസ? സ്കൂൾക്ക് കുട്ടികൾ ബാഗും പിടിച്ചു പോണ ഏതാ? ഇതല്ലേ? അത് കിട്ടി. ഇനി ഏതാളെ? മഅബറുൽ മുഷാത്ത്, സീബ്ര ലൈൻ ക്രോസിങ്. ഏതാടാ സീബ്ര ലൈൻ ക്രോസിങ്? യെസ്. ഇനിയിപ്പം ബാക്കിയുള്ള ഇതാണ്. ഉത്തരം കിട്ടിയോ? പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ആവും വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇതെന്താന്ന് ചോദിക്കും. പാർക്കിംഗ് ആണെന്ന് എനിക്കും അറിയാം, ഇങ്ങൾക്കും അറിയാം, പക്ഷേ അതിന് മൗഖിഫാണ് പറയാൻ നമുക്കറിയോ? അതാണ് ചോദ്യം വരിക. ഓക്കെ ആണ്. അടുത്ത് നമ്മൾ ചെയ്യുന്നു ഖിഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. ഖിഫ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് കിട്ടി. പിന്നെ മഹത്തത്തുൽ പെട്രോൾ പമ്പ്, പെട്രോൾ സ്റ്റേഷൻ കിട്ടി. ഇനി ഏതാളെ? അൽ മഫ്രഖ് ജംഗ്ഷൻ. കിട്ടിയോ? ക്ലിയർ ആണ്. വളരെ സിമ്പിളായി. ഇതൊന്നും ഒരു സാധനമില്ല. ക്ലിയർ ആണല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത് നോക്കുന്നു. പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളുണ്ട്. ഈ ഭാഗത്തു നിന്ന് ഇതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യാം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. നോക്ക്, അതുകൊണ്ട് മാത്രം പറഞ്ഞു പോവാണ്. മസാ യൗമിൽ അഹദ്, ഞായറാഴ്ച ദിവസം, ദഹബന ഇല. ഈ ചിത്രം എന്താ? ഇതെന്താ? കുറേ ചന്തത്, എന്താ? കുറേ പീടിയുണ്ട്, ഷോപ്പ് ഉണ്ട്. എന്താ? എങ്ങട്ടാ? മസാ യൗമിൽ അഹദ് ദഹബന ഇല, ഞായറാഴ്ച ദിവസം ഞങ്ങൾ എങ്ങോട്ടേക്ക് പോയി? ഈ ചിത്രം കണ്ടിട്ട് എന്താന്ന് എഴുതണം? ഇല സൂക്ക്. എങ്ങോട്ടേക്ക് പോയി? എങ്ങോട്ടാടാ പോയി? സൂക്കിലേക്ക് പോയി, അങ്ങാടിയിലേക്ക് പോയി. അടുത്തത് നോക്കാം. കാന ഷാരിഉ, റോഡ് എങ്ങനെ ഉള്ളതായിരുന്നു?
നല്ല തിരക്ക് പിടിച്ച നമ്മളെ സയ്യാറത്തുൽ ഇസ്ആഫിന്റെ പാഠത്തിൽ പഠിച്ചാലേ റോഡ് എങ്ങനെയുള്ളതായിരുന്നു? മുസ്ദഹിമൻ. എങ്ങനെയുള്ള റോഡാണ്? മുസ്ദഹിമൻ. റോഡ് എങ്ങനെയുള്ള റോഡാണ്? നല്ല തിരക്ക് പിടിച്ച റോഡാണ്. വഖഫത്തി സയ്യാറാത്തു സുഫൂഫൻ ഇൻദ. കാറുകളൊക്കെ എവിടെ നിർത്തി? നോക്ക്, ഇവിടുന്ന് ഒരു റോഡ് വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു റോഡ് വരുന്നുണ്ട്, ഇവിടുന്നുണ്ട്, ഇവിടെ നാലും കൂടെ ഒരു ജംഗ്ഷനിൽ എന്ത് നിർത്തി? റോഡ് വാഹനങ്ങൾ നിർത്തി. ജംഗ്ഷൻ എന്നതിന് എന്താ പറയാ? അൽ മഫ്റഖ്. ഈ വാക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ഉൾപ്പെടുത്തി കേട്ടോ. നോക്ക്, റഅയ്ന ഫീഹി. ഞങ്ങള് ജംഗ്ഷനിൽ വാഹനങ്ങൾ നിർത്തി. അവിടെ ഞങ്ങൾ എന്ത് കണ്ടു? എന്താ അവിടെ കണ്ടത്? ഇതെന്താടാ? ചുവപ്പുണ്ട്, മഞ്ഞുണ്ട്, പച്ചണ്ട്. ഇതെന്താ സാധനം? എന്തത്? ഇതിനെന്താ പറയാ? ഇഷാറാത്തുൽ മുറൂർ. ഇഷാറാത്തുൽ മുറൂർ. ഓക്കെ, ട്രാഫിക് സിഗ്നലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ബാദ ലഹദാത്തിൽ ഡാഷ് സിർന ഇലൽ അമാം. ഏതോ ഒരു ലൈറ്റ് കത്തിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? മുന്നോട്ടേക്ക് ഗമിച്ചു, മുന്നോട്ടേക്ക് നീങ്ങി. ഏത് ലൈറ്റ് കത്തിയാലാടാ മുന്നോട്ട് പോവാ? പച്ചല്ലേ അതോ ചുവപ്പോ? ചുവപ്പ് കത്തിയ എന്താ ചെയ്യുക? ചുവപ്പ് കത്തിയ വാഹനങ്ങൾ നിൽക്കും. മഞ്ഞ കത്തിയാലോ വാഹനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാവും. പച്ച കത്തിയാലോ വാഹനങ്ങൾ പോവും. അപ്പം പച്ച എന്നതിന് എന്താ പറയാ? പച്ച എന്നുകൊണ്ട് ചുവപ്പ് മഷി കൊണ്ട് എഴുതിയതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റാം. പച്ച എന്നുള്ള പച്ചമഷി കൊണ്ട് തന്നെ എഴുതാം. അൽ അഖ്ലർ. ക്ലിയർ ആണല്ലോ? പച്ച ലൈറ്റ് കത്തിയപ്പോൾ വാഹനങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോയി. നോക്ക്, ഫശാഹദന മശാത്തുൻ കുറച്ചുകൂടെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ റോഡ് മുറിച്ച് കിടക്കുന്നതായിട്ട് കണ്ടു. എന്തിലൂടെ റോഡ് മുറിച്ച് കിടക്കുക? റോഡ് മുറിച്ച് കിടക്കുന്നതിന് അല്ലെങ്കിൽ ഈ സിഗ്നലിന് എന്താ പറയാ? ഈ കാണുന്ന സിഗ്നൽ ഉണ്ടോ? അതിനെന്താ പറയാ? റോഡ് മുറിച്ച് കിടക്കുന്ന സീബ്ര ലൈൻ ക്രോസിംഗ് എന്താ പറയാ? ഇപ്പം പഠിച്ചിട്ടുള്ളൂ. ഒന്നും ആലോചിച്ച് നോക്കിയാ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. കിട്ടും. മഹബറുൽ മുഷാത്ത്. എന്താണ്? മഅബറുൽ മുഷാദ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തയിലേക്ക് പോകുന്നു. അഖഫ്ന സയ്യാറ. ഞങ്ങൾ കാർ നിർത്തി. എവിടെ കാർ നിർത്തിയേ? പാർക്കിംഗ് എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് അല്ലേ? പാർക്കിംഗ് എന്നുള്ള ബോർഡൊക്കെ കാണുന്നുണ്ട്. ബോർഡിലോട് കാർ നിർത്തി. എന്താടാ പാർക്കിങ്ങിന് എന്താ പറയാ? പാർക്കിംഗ്. പറഞ്ഞോ. മൗഖിഫ് എന്നല്ലേ ഞാൻ പഠിപ്പിച്ച്? മൗഖിഫ് പാർക്കിങ്ങിന് അവിടെ എന്ത് ചെയ്തു? വാഹനം നിർത്തി. ക്ലിയർ ആണല്ലോ? ഇത്രയും സാധനങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ഈ പാഠഭാഗത്ത് നിന്ന് 5-6 പാഠഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റു പാഠങ്ങൾ പഠിക്കണം. ഈ പാഠത്തിന് എന്ത് ചെയ്യണം? പ്രത്യേകം ഒരു പ്രാധാന്യം, അതല്ലെങ്കിൽ ഒരു പരിഗണന ഈ ഒരു പാഠഭാഗത്തിന് നമ്മൾ നൽകണം. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നൽകിയിട്ടുള്ള 6 സിഗ്നലുകൾ, 6 ഇഷാറാത്ത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. പച്ച കളർ കത്തുമ്പോൾ വാഹനങ്ങൾ മുന്നോട്ട് പോകും, ചുവപ്പ് കളർ കത്തുമ്പോൾ വാഹനങ്ങൾ അവിടെ നിൽക്കും, മഞ്ഞ കളർ കത്തുമ്പോൾ വാഹനങ്ങൾ പോകാൻ വേണ്ടി തയ്യാറാവും. മഞ്ഞ എന്നതിന് എന്താ പറയാ? ചുവപ്പ് എന്നതിന് എന്താ പറയാ? പച്ച എന്നതിന് എന്താ പറയാ? ഇതുകൂടെ അറിഞ്ഞിരിക്കണം. പച്ചക്ക് എന്താ? അഹ്ലർ. മഞ്ഞ അസ്ഫർ. പിന്നെ ചുവപ്പ് അഹ്മർ. ക്ലിയർ ആണല്ലോ? ഇതെന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. നമ്മുടെ റിവിഷൻ്റെ സമയത്ത് നമ്മളിത് ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ്റെ സമയത്ത് കാണാം. അതുവരേക്കും മാസലാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. റിവിഷൻ്റെ സമയത്ത് ചോദിക്കാം. ഓക്കെ? അല്ലെ കമൻറ്റിൽ ചോദിക്കാം. ഞാൻ കമൻറ്റ് വായിച്ചിട്ട് എന്ത് ചെയ്യുക? ഉത്തരം തരാം. ഓക്കെ? സെറ്റ്.